ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അസ്വയുടെ LKG പ്രിപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. എല്ലാം അവളുടെ സെലക്ഷൻ ആയിരുന്നു. അപ്പം നമുക്ക് അവൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് സ്കൂട്ടിയിലാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയിൽ പോകാൻ പ്ലാൻ ചെയ്തു. അത് വേണമെങ്കിലോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് അധികം ട്രാവലിംഗ് ഒന്നും ഇല്ല. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ടൗണിലോട്ട് അധിക ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ടൗണിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ടോട്ടോ മോളിലാണ്, ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിലാണ്. അങ്ങനെ ഇന്ന് അസ്വയുടെ ആദ്യത്തെ LKG ഷോപ്പിംഗ് ആണ്. അങ്ങനെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ. എത്തിയപാടെ അവളുടെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, ബാഗ് സെക്ഷൻ എവിടെ, ബാഗ് സെക്ഷൻ എവിടെ. അവൾക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ് ബാഗ് വാങ്ങാനായിട്ട്. അങ്ങനെ ട്രോളി എടുത്തു. അവൾ ആദ്യം തന്നെ സനയെ അതിലോട്ട് ഇരുത്തി. സനയ്ക്കാണെങ്കിലോ ട്രോളിയിലിരുന്നു ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നമ്മൾ ബാക്ക് ടു സ്കൂൾ സെക്ഷനിലോട്ട് എത്തി ഗൈസ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഷോപ്പിംഗ് തുടങ്ങാം. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഗൈസ്, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് കളക്ഷൻസിലുള്ള ഒത്തിരി നല്ല വെറൈറ്റി ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബാഗ്സൊക്കെ വലിയ കുട്ടികളുടെ ബാഗ്സാണ്. അങ്ങനെ അസ്വക്കാണെങ്കിലും അതൊന്ന് വാങ്ങണമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് നമ്മൾ വന്നത് കിഡ്സ് സെക്ഷനിലോട്ടാണ്. കിഡ്സ് സെക്ഷനിലാണെങ്കിലോ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബാർബി, യൂണിക്കോൺ, അതേപോലത്തെ ഡിഫറെൻറ്റ് ഡിസൈൻസിലുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അസ്വയ്ക്ക് ഒത്തിരി ബാഗ്സ് ഇട്ട് നോക്കി. ചില ബാഗ്സ് ആണെങ്കിലോ സൈസ് തീരെ ചെറുതാണ്, അതുപോലെ തന്നെ മറ്റ് ചില ബാഗ്സ് ആണെങ്കിൽ സൈസ് കൂടുതലാണ്. അസ്വക്കാണെങ്കിൽ സൈസ് കൂടുതലുള്ള ബാഗ്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. കാരണം അതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സനയ്ക്കാണെങ്കിലോ അവളെക്കാൾ തിരക്കാണ് ബാഗ് വാങ്ങാനായിട്ട്. അവൾക്ക് ബാഗ് വേണമെന്നും പറഞ്ഞ് അവൾ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കരച്ചിൽ കേട്ട് പാപം തോന്നി അവിടുത്തെ സ്റ്റാഫ് വന്ന് അവൾക്ക് ബാഗ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അസ്വയും കൂടി ബാഗ് ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ സന ഹാപ്പിയായി ബാഗ് കിട്ടിയതോടുകൂടി. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ അസ്വയ്ക്ക് വേണ്ടി ചൂസ് ചെയ്ത് അവൾ സെലക്ട് ചെയ്ത ബാഗ്. എങ്ങനെയുണ്ട് ഗൈസ് ബാഗ്? ഇഷ്ടമായോ? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വാങ്ങി നേരെ ടിഫിൻ ബാഗ് സെക്ഷനിലോട്ടാണ് പോയത്. അങ്ങനെ ബാഗ് പോലെ തന്നെ ടിഫിൻ ബാഗിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല പ്രിൻ്റുള്ള ബാഗ്സ് ആയിരുന്നു. നമ്മൾ അവൾക്ക് ഡാർക്ക് കളേഴ്സിലുള്ള ടിഫിൻ ബാഗ് വാങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അസ്വക്കാണെങ്കിലോ പിങ്ക് കളറിലുള്ള ബാഗ് വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. കാരണം അവൾക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ അവളുടെ ആഗ്രഹം പോലെ ബേബി പിങ്ക് കളറിലുള്ള ബാഗ് തന്നെ വാങ്ങി. നെക്സ്റ്റ് നമ്മൾ പോയത് സ്റ്റേഷനറി സെക്ഷനിലോട്ടായിരുന്നു. ഒരുപാട് സ്റ്റേഷനറി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള പെൻസിൽ ബോക്സസ്, അതേപോലെ തന്നെ പൗച്ചസ് എല്ലാം ഉണ്ടായിരുന്നു. ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പല കാർട്ടൂണിക് ഡിസൈൻസിലുള്ള ബോക്സസ്, അതേപോലെ തന്നെ പൗച്ചസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മൾ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത പെൻസിൽ ബോക്സ്. ഇത് കണ്ടോ, ഹാർട്ട് ഷേപ്പിലുള്ള ഇറേസേഴ്സ് വിത്ത് ഷാർപ്നർ. എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. പല ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഇറേസേഴ്സ് വിത്ത് ഷാർപ്നേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ,
നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവൾക്കുള്ള സ്റ്റേഷനറീസ് ഒക്കെ വാങ്ങി. ബുക്സ് ആൻഡ് യൂണിഫോം നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ നേരത്തെ വാങ്ങിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ വാങ്ങാനായിട്ട് പോകുന്നത് ടിഫിൻ ബോക്സസ് ആണ്. ഡിഫറെൻറ്റ് ഡിസൈൻസിലും കളേഴ്സിലുള്ള ടിഫിൻ ബോക്സസ് അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്നാക്സ് ബോക്സും അവൈലബിൾ ആയിരുന്നു. ഈ ഒരു ടിഫിൻ ബോക്സിന് ഓൾമോസ്റ്റ് 800 റുപ്പീസ് വരെയാണ് കോസ്റ്റ്. നമ്മൾ അവൾക്ക് ചെറിയൊരു ടിഫിൻ ബോക്സാണ് നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സെലക്ഷന് ശേഷം നമ്മൾ വാങ്ങിയത് ഈ ടിഫിൻ ബോക്സാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് ഗൈസ് നമ്മൾ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ടിഫിൻ ബോക്സ്. ഇതൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോംബോയിലുള്ള ഒരു ടിഫിൻ ബോക്സാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടാ? നമ്മൾ ടിഫിനൊക്കെ വാങ്ങി വരുമ്പോഴത്തേനും ഇവിടെ 2 പേരും ഒട്ടനടിയായിരുന്നു. അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് ദേഷ്യത്തിൽ സന ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. അസ്വയാണെങ്കിലോ ഒറ്റപ്പെട്ടതോടെ ആകെ സങ്കടത്തിലായി. അവൾ സനയെ തേരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നിച്ചു ഗൈസ്. ഇപ്പോൾ അവർ 2 പേരും ഹാപ്പിയായി. അടുത്തതായി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ബോട്ടിൽസാണ്. കുറേ കളക്ഷൻസിലുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ കാർട്ടൂണിക് ഡിസൈൻസിലുള്ള വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു. നല്ല കളർഫുള്ളായിരുന്നു കാണാനായിട്ട്. ഈ ബോട്ടിൽ വാങ്ങിയാലോ? നല്ല രസമല്ലേ കാണാൻ? നല്ല ഭംഗിയല്ലേ? അങ്ങനെ പേർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നേരത്താണ് സനയ്ക്ക് അവിടെ ബോൾ സെക്ഷൻ കണ്ടത്. സനയ്ക്കാണെങ്കിലോ ബോളെന്ന് വെച്ചാൽ ഭയങ്കര ക്രേസിയാണ്. സനയാണെങ്കിലോ എവിടെ പോയാലും ബോൾ കണ്ടാൽ അവളത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അങ്ങനെ ബോളൊക്കെ മേടിച്ച് നമ്മൾ എല്ലാ പർച്ചേസും കഴിഞ്ഞു ഗൈസ്. അതിനിടയിലാണ് 2 പേരുടെയും ഫോട്ടോ പോസുകൾ. അങ്ങനെ നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ടാണ് പോയത്. അങ്ങനെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് അസ്വയാണെങ്കിലോ ബാഗൊക്കെ ഇട്ട് വീട്ടിൽ പോയാൻ തിരക്കിലാണ്. അവൾക്ക് വീട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും ബാഗ് കാണിക്കാനുള്ള തിരക്കിലാണ് അവൾ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അങ്ങനെ നമ്മൾ വീണ്ടും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.